ഹായ്, നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ടൈം വർക്കിന്റെ കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ സംഭവം വളരെ എളുപ്പമാണ്. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. Money can do a piece of work in 24 days. If Binu works twice as fast as Money, how long would they take finish the work working together? ഇവിടെ എന്താ പറയുക, മണി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ 24 days കൊണ്ട് വർക്ക് തീർക്കും. നമ്മൾ രണ്ട് രീതി ചെയ്യാം, ഏറ്റവും എളുപ്പമാണിത്. ഇവിടെ നമുക്ക് ഈ ഹാഫ് ഫാസ്റ്റ്, ട്വൈസ് ഫാസ്റ്റ്, ത്രൈസ് ഫാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് നോക്കാം. എന്താണ് എനിക്ക് വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. എന്തും ഇഫ് ബിനു വർക്ക്സ് ട്വൈസ് ഫാസ്റ്റ് ആസ് മണി, ട്വൈസ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ അവരുടെ കാര്യം, ഫാസ്റ്റ് ഉദ്ദേശിക്കുന്നത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ഓഫ് മണി ഈസ് ടു ബിനു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മണിയുടെ എഫിഷ്യൻസിയുടെ ഡബിൾ ആയിരിക്കും ആരുടെ എഫിഷ്യൻസി, ബിനുവിന്റെ എഫിഷ്യൻസി. അങ്ങനെ പറയാം, ബിനു വർക്ക്സ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ്. ട്വൈസ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ ട്വൈസ് എഫിഷ്യന്റ് ആസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മണിക്ക് എത്ര എഫിഷ്യൻസി ഉണ്ടോ അതിന്റെ ഡബിൾ ആയിരിക്കും ആരുടെ എഫിഷ്യൻസി, ഈ പറയുന്ന ബിനുവിന്റെ എഫിഷ്യൻസി. കുറച്ചുപേർക്കൊക്കെ അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര കിട്ടും, മണി ഈസ് ടു ബിനു 1:2 കിട്ടും. അപ്പൊ എന്താണോ എഫിഷ്യൻസിയുടെ റേഷ്യോ അതിന്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും എന്തിന്റെ റേഷ്യോ, ടൈമിന്റെ റേഷ്യോ. ടൈം ഓഫ് മണി ഈസ് ടു ബിനു. ഞാൻ ഇതിനെ തിരിച്ചെഴുതുന്നത് കാരണം ക്വസ്റ്റ്യനിൽ ഇവിടെ എന്തേ തന്നിട്ടുള്ളൂ, ടൈമേ തന്നിട്ടുള്ളൂ ഒരാളുടെ. അപ്പൊ രണ്ടാമത്തെ ആളുടെ ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ എഫിഷ്യൻസി വെച്ചിട്ട് എഫിഷ്യൻസി എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്താൽ മതി. കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1:2 ആണെങ്കിൽ നേരെ തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും, അവരുടെ ടൈമിന്റെ എഫിഷ്യൻസി കിട്ടും. എത്ര കിട്ടും, 2:1 എന്ന് കിട്ടും. അപ്പൊ എഫിഷ്യൻസിയുടെ റേഷ്യോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്ത് ചെയ്യാൻ, തിരിച്ചിടുക എന്നല്ല. ഇതിപ്പോ 2 പേരുണ്ടായതുകൊണ്ട് റെസിപ്രോക്കൽ അതൊന്നും തിരിച്ചിട്ടു. ഇത് 3 പേരുണ്ടായിരുന്നെങ്കിലോ അവർ റെസിപ്രോക്കൽ വെച്ചാൽ 1/1, 1/2, 1/3 എന്ന് പറഞ്ഞ് എടുക്കാം. റെസിപ്രോക്കൽ എടുത്തിട്ട് അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ടൈമിന്റെ റേഷ്യോ കിട്ടും. അപ്പൊ ശ്രദ്ധിച്ചേക്കുക, എഫിഷ്യൻസിയുടെ റേഷ്യോന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്ത്, ടൈമിന്റെ റേഷ്യോ. അപ്പൊ ഇവിടെ 2 വാല്യൂ ഉള്ളതാണ് തിരിച്ചും കിട്ടാൻ മതി. എത്ര വാല്യൂ വന്നാലും അതേ റേഷ്യോ തിരിച്ചും കിട്ടാൻ മതി. കാരണം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും, അപ്പം ഓപ്പോസിറ്റ് വരും, അത്രേ ഉള്ളൂ. അപ്പം ടൈമിന്റെ റേഷ്യോ 2:1 വന്നു. അപ്പൊ ടൈമിന്റെ റേഷ്യോ 2:1 ആണെങ്കിൽ മണി ഈസ് ടു ബിനു, ടൈം ഓഫ് മണി ഈസ് ടു ബിനു നമുക്കറിയാം എത്രയായിരുന്നു, 2:1 ആണ്. പക്ഷേ അതിൽ മണിയുടെ റേഷ്യോ നമുക്കറിയാം എത്രയാണെന്ന്, 2ന്റെ റേഷ്യോ നമുക്ക് എത്രയാണെന്നറിയാം, 24 ആണെന്നറിയാം. എങ്കിൽ 1ന്റെ റേഷ്യോ എത്രയായിരിക്കും, ഉറപ്പായിട്ടും അതിന്റെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും, 12 ആയിരിക്കും. അപ്പം അല്ല മണിന്റെ അല്ല ബിനുവിന്റെ എത്രയായിരിക്കും ടൈം വരിക, 12 ആയിരിക്കും കിട്ടുക, 12 days. ഇത്രയും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഒരു ഐഡിയ ഉള്ളവർക്ക് നോക്കിയേ, മണി 24 days കൊണ്ട് ഒരു വർക്ക് തീർക്കും. ബിനു ട്വൈസ് ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മണിയേക്കാൾ ട്വൈസ് ഫാസ്റ്റ് ആണ്, മണിയേക്കാൾ ഇരട്ടി സ്പീഡാണ്. അപ്പൊ മണി 24 days എടുക്കുമെങ്കിൽ ഉറപ്പായിട്ടും ബിനു എത്രയായിരിക്കും, അതിന് പകുതി സമയത്ത് തീർക്കും. പെട്ടെന്ന് മനസ്സിലായി വന്നു, ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യരുത്. മണി 24 days വർക്ക് തീർത്തു. ബിനി ട്വൈസ് ഫാസ്റ്റ് ആണെങ്കിൽ അയാൾ ട്വൈസ് ഫാസ്റ്റ് ആണ്, അപ്പൊ ഡേയ്സ് കുറവായിരിക്കും. ട്വൈസ് ആണെങ്കിൽ പകുതി ആയിരിക്കും. അപ്പൊ 24 days ആണെങ്കിൽ 12 days ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞു. മണീന്റെയും ബിനുവിന്റെയും ഇൻഡിവിജ്വൽ ടൈം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാം. നമുക്കറിയാം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എക്സ് അറിയാം, വൈ അറിയാമെങ്കിൽ എന്തായിരിക്കും, XY/X+Y. അതൊക്കെ നമുക്കറിയാം. ഇനി അത് വേറെ സിമ്പിൾ മെത്തേഡിലോട്ടൊന്നും പോകണ്ട. 12 + 36 എന്ന് കിട്ടും. X/Y / X+Y. അപ്പൊ എത്ര കിട്ടും, 12 36 3 കിട്ടും. 24/3 എത്ര കിട്ടും, 8 കിട്ടും. അപ്പം അവർ രണ്ടുപേരും കൂടെ എത്ര ദിവസം വർക്ക് തീർക്കും, 8 days കൊണ്ട് വർക്ക് തീർക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി. പക്ഷെ ഇതിനേക്കാൾ എളുപ്പത്തിൽ ഇത്രയും പോലും ചെയ്യാണ്ട് നമുക്ക് വേഗത്തിൽ ഒരു ആൻസർ കിട്ടും. ആ ഒരു മെത്തേഡും കൂടിയാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ഇതൊക്കെ നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. ഇത് എളുപ്പമാണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നോക്കിയാൽ തന്നെ ചെയ്യുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയേ, ഒരു എ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ടൈം എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 24 days. അയാളുടെ ഡേയ്സ് ആണ് ഒരു X days. ഒരു X days കൊണ്ട് വർക്ക് തീർക്കുന്ന ക്വസ്റ്റ്യൻ തരുന്നു. എന്നിട്ട് ബി എന്ന് പറയുന്നയാൾ ഒരു Y ടൈം എഫിഷ്യന്റ് ആണെന്നും കൂടി തരുന്നു. ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞ എക്സിന്റെ കാര്യം എന്തായിരുന്നു, ഡേയ്സിലും ബി എന്ന് പറയുന്ന വൈന്റെ കാര്യം എന്തായിരുന്നു, എഫിഷ്യൻസിയാണ്. ഇവിടെ ബിനു വർക്ക്സ് ട്വൈസ് എഫിഷ്യന്റ് അല്ലെങ്കിൽ ട്വൈസ് ഫാസ്റ്റ് ആസ് മണി. രണ്ടാമത് Y ടൈംസ് എഫിഷ്യന്റ്, Y ടൈംസ് ഫാസ്റ്റ്, അങ്ങനെയൊക്കെയാണ് തരുന്നതെങ്കിൽ അങ്ങനെയുള്ളതിന് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. X/1 + Y ടൈം എന്ന് എഴുതിയാൽ മതി. വേറെ ഒന്നും ആലോചിക്കേണ്ട. X+1 + Y ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതൊന്ന് ബോക്സ് ആക്കി ഇട്ടേക്കുക. ഇത് മാത്രമല്ല, ഈ കാര്യം കൂടി എഴുതണം. അതായത് ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്നത് X ഡേയ്സും ബി എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആളെക്കാൾ ഒരു Y ടൈംസ് എഫിഷ്യന്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്നുവെച്ചാൽ എ ചെയ്യുന്നതിനേക്കാൾ ഒരു Y ടൈംസ് എഫിഷ്യന്റ്, Y ടൈം ഫാസ്റ്റർ ആണെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അതിന്റെ ഈ എയും ബിയും കൂടി ചേർന്നെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ, ആ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ X/1 + Y ആയിരിക്കും. ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു, 24 days ആയിരുന്നു.
ഡിവൈഡ് ബൈ വൈന്റെ വാല്യൂ എത്രയായിരുന്നു? ട്വൈസ് ഫാസ്റ്റ്. അപ്പൊ 2 ടൈംസ് ഫാസ്റ്റ്. അപ്പൊ 1 + 2 എത്ര കിട്ടും? 3 കിട്ടും. ഇത് ഈ 24/3 തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന 24/3. 24/3 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 8 ഡേയ്സ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഇക്വേഷൻ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം പേപ്പറും പേനയിൽ നിന്ന് എടുക്കാണ്ട് തന്നെ എക്സാം ചടപടയും ചെയ്യുന്ന ഒരു മെത്തേഡുകളാണ് പറയുന്നത്. അപ്പം വേഗത്തിൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 24/3 8 ഡേയ്സിന് കിട്ടും. ഇതേ 8 ഡേയ്സ് തന്നെ നമുക്ക് ഇവിടെ ചെയ്യുമ്പോഴും കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് ആലോചിക്കണം, x5 ഒക്കെ ചെയ്യണം. ഇത് ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ വേഗത്തിൽ കിട്ടും. അത് ഇവിടെ മാത്രമല്ല, ഇനി ഞാൻ ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് തോന്നുമോ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ഈ ട്വൈസ് ഫാസ്റ്റിന് വരും ത്രൈസ് ഫാസ്റ്റും 4 ടൈംസ് ഫാസ്റ്റും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചില ക്വസ്റ്റിനൊക്കെ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്ന എല്ലാത്തിനകത്തും എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടും. എങ്കിൽ ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 3 ടൈംസ് ഫാസ്റ്റ് ആണെങ്കിൽ ഇവിടെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 3 ടൈംസ് ഫാസ്റ്റിൽ തന്നെ എത്ര കിട്ടും നോക്കാം. സുനി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 36 ഡേയ്സ്. സുനി 36 ഡേയ്സ് കൊണ്ടാണ് ഒരു വർക്ക് തീർക്കുന്നത്. ഇഫ് മണി വർക്ക് ത്രൈസ് ആസ് ഫാസ്റ്റസ്, ഇവിടെ എന്താണ്? 3 ടൈംസ് ഫാസ്റ്റ് ആണ്. ഹൗ ലോങ് വുഡ് ദേ ടേക്ക് ഫിനിഷ് ദ വർക്ക് വർക്കിംഗ് ടുഗദർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സുനി 36 ഡേയ്സ് കൊണ്ട് വർക്ക് തീർക്കും എങ്കിൽ എഫിഷ്യൻസി ഓഫ് സുനി ഈസ് ടു മിനി എത്രയായിരിക്കും? എഫിഷ്യൻസി 1:3 ആയിരിക്കും. കാരണം മിനിയാണ് 3 ടൈംസ് ഫാസ്റ്റ്. എങ്കിൽ ടൈം ഓഫ് സുനി ഈസ് ടു മിനി എത്രയായിരിക്കും? 3:1 ആയിരിക്കും. ഈ 3യുടെ ടൈം എത്രയാണ് തന്നിട്ടുണ്ട് ഇവിടെ? 36 ആണെങ്കിൽ 1ന്റെ എത്രയായിരിക്കും? 12 ആയിരിക്കും. അതിങ്ങനെ ചെയ്യണമെന്നില്ല, 36/3 ചെയ്താൽ മതി. കാരണം ഇയാളെക്കാൾ 3 ടൈംസ് ഫാസ്റ്റ് ആണ് മറ്റേ ആൾ. അപ്പോൾ ഉറപ്പായിട്ട് മിനി എത്രയായിരിക്കും? 36/3 12 ഡേയ്സ് കൊണ്ടായിരിക്കും വർക്ക് തീർക്കുന്നത്. എങ്കിൽ ഇവർ രണ്ടുപേരും കൂടി 36 × 12 ഡിവൈഡ് ബൈ 36 + 12 എത്ര കിട്ടും? 48. ടോട്ടൽ ടൈം എത്ര കിട്ടും? 4 കിട്ടും. 36/4 9 ഡേയ്സ് കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടും. ഇതേ കാര്യം തന്നെയാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്ത് ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കും? x എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു? ഇവിടെ 36 ഡേയ്സ് ആയിരുന്നു. y എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു? 3 ആയിരുന്നു. കാരണം 3 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ടൈമിന്റെ ഇക്വേഷൻ 3 = x/1 + y ഡേയ്സ് ആയിരിക്കും. അവ രണ്ടുപേരും കൂടി ചെയ്യുന്ന സമയത്ത് എത്രയാ? x/1 + y ആയിരിക്കും. എങ്കിൽ ഇവിടെ x എത്രയായിരുന്നു? x 36 ആയിരുന്നു. 1 + y 1 + 3 എത്രയാ? 4 ആണ്. 36/4 എത്ര കിട്ടും? 9 ഡേയ്സ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർത്തിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് കിട്ടും. വേറെ ഒന്നും ആലോചിക്കേണ്ട. x/1 + y അങ്ങ് ഓർത്താൽ മതി. എന്തായിരുന്നു? ഒരാളുടെ ടൈം നമുക്ക് തരുന്നു, രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളേക്കാൾ എത്രയോ ടൈംസ് എഫിഷ്യന്റ് ആണ്, അത്രയും ടൈംസ് മോർ ഫാസ്റ്റർ ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഏത് മെത്തേഡ് എടുക്കാം? ഈ ഒരു മെത്തേഡ് എടുക്കാം. ഇവിടെയും നമുക്ക് തെറ്റാനുള്ള ഒരു കാര്യം ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ നമ്മൾ ഓവർ കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ തെറ്റിക്കും. സാധാരണ ഈ ആവറേജിനകത്തും റേഷ്യോക്കകത്തും ഒക്കെ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കാറുണ്ട്. എന്താന്ന് വെച്ചാല് ഇവിടെ മിനി വർക്ക്സ് ത്രൈസ് ഫാസ്റ്റ് ആസ് സുനി എന്നല്ലേ? മിനി വർക്ക്സ് ത്രൈസ് മോർ ഫാസ്റ്റ് ആസ് സുനി എന്നാണെങ്കിൽ ഒരു 3 ടൈംസ് മോർ, ത്രൈസ് എന്നുള്ളത് 3 ടൈംസ് മോർ ഫാസ്റ്റ് ആസ് സുനി എന്നാണെങ്കിൽ ഇവിടെ എടുക്കേണ്ടത് 3 ടൈംസ് ഓഫ് സുനി എന്നല്ല, 3 + 1 4 ടൈംസ് എഫിഷ്യന്റ് എന്നാണ് എടുക്കേണ്ടത്. നമ്മൾ പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ വായിക്കേണ്ട വെപ്രാളത്തിൽ ഈ റേഷ്യോക്കകത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടാലും ആവറേജിനകത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ ഈ മോർ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ആൻസർ ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പക്ഷെ അത് തെറ്റിപ്പോവുകയും ചെയ്യും, വെറും ഈ ഒരു മോർ കൊണ്ട് മാത്രം. കാര്യം എന്താ? ഇവിടെ പറയുന്ന മിനി വർക്ക്സ് 3 ടൈംസ് മോർ ആസ് ഫാസ്റ്റ് ആസ് സുനി എന്ന് പറഞ്ഞാൽ സുനിയേക്കാൾ ഒരു 3 തവണ അധികം ഫാസ്റ്റ് ആണെന്നല്ലേ നമ്മൾ ഇവിടെ പറയുന്ന ഉദ്ദേശം. എന്താ? സുനിയേക്കാൾ വെറും ജസ്റ്റ് 3 ടൈംസ്. സുനി 1 ടൈംസ് ആണെങ്കിൽ ഇയാൾ 3 ടൈംസ് അത്രേ ഉള്ളൂ. ഇയാളുടെ ടൈം വെച്ചാൽ സുനിയുടെ 3 ടൈംസിനേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് 3 ടൈംസ് അധികം എന്നല്ലേ പറയുന്നത്. അപ്പൊ 3 ടൈംസ് അധികം എന്ന് വെച്ചാൽ സുനിയേക്കാൾ സുനിയുടെ 3 ടൈംസ് അധികം. അപ്പൊ സുനിയുടെ എത്ര ടൈംസ് അധികമായിരിക്കും? സുനിയുടെ 4 ടൈംസ് അധികമായിരിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ സിമ്പിൾ ക്വസ്റ്റിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ എത്ര ടൈംസ് എന്ന് എടുക്കണം? നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ നമ്പർ മാത്രമേ നോക്കുള്ളൂ. നമ്മുടെ ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ സുനിക്കേണ്ട 36 എക്സിന്റെ വാല്യൂ കിട്ടി, ഇനി വൈ നോക്കിയവര് മിനി വർക്ക്സ് ത്രൈസ് ഫാസ്റ്റ്, ത്രൈസ് മോർ ഫാസ്റ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ ത്രൈസ് മാത്രമേ നമ്മുടെ കണ്ണി പിടിക്കുള്ളൂ. നമ്മൾ അവിടെ എന്തായിട്ട് എടുക്കും? 3 ആയിട്ട് എടുക്കും. പക്ഷെ 3 അല്ല ഇവിടെ എടുക്കേണ്ടത്, 3 + 1 4 ആണ് എടുക്കേണ്ടത്. അപ്പം 36/4 ആണ് ആൻസർ. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താ? x/y + 1 എന്ന് എടുക്കുമ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ 36ഉം വൈന്റെ വാല്യൂ എത്രയായിരുന്നു? 4 + 1 എടുക്കണം. y ഇവിടെ എത്രയാ? 3 അല്ല 4 ആ. 4 + 1 36/5 ഡേയ്സ് കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ആ വർക്ക് തീർക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. എപ്പം വരുമ്പോഴാണ് ഈ മോർക്ക്, മിക്കവാറും കേസിലൊക്കെ ഈ മോർ ഉണ്ടാവും. മോർ വരുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാം, അതേ വാല്യൂന്റെ കൂടെ ഒന്നും കൂടി അധികം എന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് വരാനുള്ള സാഹചര്യം കൂടി ഒന്ന് മനസ്സിൽ കണ്ടു വേണം ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യും.
ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ ആ ശ്രദ്ധയിൽ നിന്ന് കൊടുത്തിരുന്നാൽ മതി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ അലോൺ വുഡ് ടേക്ക് 9 hours more to complete a job than if both A and B worked together. If B worked alone, he took 4 hours more to complete a job in A and B worked together. What time would they take both A and B work together? ഇവിടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, ഇവിടെ എ ഒരു ജോലി ചെയ്യുന്നു, ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എ ഒരു ജോലി ഒരു എക്സ് ഡേയ്സ് കൊണ്ട് തീർക്കുന്നിരിക്കട്ടെ, ബി മാത്രവും ഒരു വൈ ഡേയ്സ് കൊണ്ട് തീർക്കുന്നിരിക്കട്ടെ. എ എക്സ് ഡേയ്സ് കൊണ്ട് തീർക്കും, ബി വൈ ഡേയ്സ് കൊണ്ട് തീർക്കും. പക്ഷെ ഈ പറയുന്ന എക്സിന്റെ കാര്യവും വൈന്റെ കാര്യവും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എ അലോൺ വുഡ് ടേക്ക് 9 hours more to complete a job than A and B together. അതായത് ഇപ്പൊ രണ്ടുപേരും കൂടി ചെയ്യുന്ന സമയം എത്രയാ? എക്സ് പ്ലസ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ അല്ലേ? അതായത് എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്താൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ് കൊണ്ടായിരിക്കും ആ ജോലി തീർക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാമല്ലോ. ടൈം ഓഫ് എ പ്ലസ് ബി, അതായത് ടോട്ടൽ ടൈം നമുക്ക് പറയാം എയും ബിയും കൂടി ഒരു ജോലി ചെയ്യുന്ന സമയം. എങ്കിൽ എയും ബിയും കൂടി ചെയ്യുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ അത് എ ചെയ്യുന്ന സമയത്തേക്കാൾ എത്ര ദിവസം കുറവാണ്? ഒരു 9 hours കുറവാണ്, അല്ലെങ്കിൽ 9 hours അധികമുണ്ട്. അതായത് ഈ വാല്യൂ മൈനസ് എക്സ് എടുത്താൽ അതിന്റെ ആൻസർ എത്രയായിരിക്കും? 9 hours ആയിരിക്കും. ഞാൻ എഴുതിയ ഇക്വേഷൻ മനസ്സിലായോ? എയും ബിയും കൂടി ക്വസ്റ്റ്യൻ നോക്കി, എ അലോൺ വുഡ് ടേക്ക് 9 hours more than കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എ ആൻഡ് ബി ടുഗദർ. എയും ബിയും കൂടി ചെയ്യുന്ന ടൈമിനേക്കാൾ ഈ എയുടെ മാത്രം ടൈം കുറച്ച് കഴിഞ്ഞു. മോഡൽസ് ആണ് കേട്ടോ, കാരണം ടൈം കൂടുതൽ ആർക്കായിരിക്കും? എയ്ക്കായിരിക്കും. എക്സ് മൈനസ് ഈ വാല്യൂ എടുക്കേണ്ടത്. അപ്പൊ എക്സിൽ നിന്നും ഈ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 9 കിട്ടും. അതുപോലെ തന്നെ വൈയിൽ നിന്നും ഈ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ആൻസർ എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതാണ് ഇതിന്റെ മെത്തേഡ്. പക്ഷെ ഇത്രയൊന്നും ചെയ്യണ്ട, ഈ ഒരു മെത്തേഡ് ഒന്നും നിങ്ങൾ ചെയ്ത് സമയം കളയണ്ട. ഒരു എക്സാമിന് നമുക്ക് എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ കുറച്ച് ഇക്വേഷൻസ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ജസ്റ്റ് ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ടോട്ടൽ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ഓഫ് എ പ്ലസ് ബി, എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ടൈം, അതൊരു ടി ആയിട്ടിരിക്കട്ടെ. ടോട്ടൽ ടൈം അല്ലേ ടി? അപ്പൊ ടോട്ടൽ ടൈം എയും ബിയും കൂടി ചേർന്ന് നമ്മളിപ്പോ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയതിന് പകരം ഞാനിവിടെ എന്തെടുക്കുന്നു? ടി എന്ന് എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ എയും ബിയും കൂടി ഒരു ടി ടൈം കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു. ഇനി അടുത്ത പറയാണ്, എ മാത്രമുള്ള ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ എ വുഡ് ടേക്ക് 9 hours more than കംപ്ലീറ്റ് വർക്ക്. അപ്പം ഈ ടീനേക്കാൾ ഒരു 9 മണിക്കൂർ അധികം എടുക്കും. ആർക്ക്? എക്ക്. എ ഒറ്റയ്ക്കാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ ടോട്ടൽ ടൈമിനേക്കാൾ ഒരു 9 മണിക്കൂർ അധികം എടുക്കുമായിരുന്നു. ഇനി ബി ആണ് ചെയ്യുന്നതെങ്കിലോ ഈ ടോട്ടൽ ടൈമിനേക്കാൾ ഒരു 4 മണിക്കൂർ അധികം എടുക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ രീതി കാര്യം മനസ്സിലാവും. ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഈ ക്വസ്റ്റിനകത്ത്. അപ്പൊ എയും ബിയും കൂടി ടി ടൈം കൊണ്ട് ഒരു വർക്ക് തീർക്കും, രണ്ടുപേരോട് ഒരുമിച്ച്. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് ഈ ജോലി ടി പ്ലസ് 9 hours കൊണ്ട് തീർക്കും. ബി ആണെങ്കിൽ ഇത് ടി പ്ലസ് 4 hours കൊണ്ട് തീർക്കും. നമുക്ക് ഈ എയുടെയും ബിയുടെയും ഈ വാല്യൂസിനെ ഒരു കോമൺ വേരിയബിൾ കൊടുത്ത് എക്സും വൈയും കൊടുത്തെങ്കിൽ നമുക്ക് ആൻസർ ആയി. അതായത് എ ടോട്ടൽ ടൈമിനേക്കാൾ ഒരു എക്സ് ടൈം അധികവും ബി എന്ന് പറയുന്ന ടോട്ടൽ ടൈമിനേക്കാൾ ഒരു വൈ ടൈം അധികമാണെങ്കിൽ ഈ ടോട്ടൽ എന്ന് പറയുന്ന ഈ ടോട്ടൽ വാല്യൂ ടി ഈസ് ഈക്വൽ ടു വേറെ ഒന്നും ആലോചിക്കേണ്ട, റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ ആയിരിക്കും. അതായത് നമുക്ക് വേണ്ടത് എയും ബിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയമല്ലേ, വേറെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ റൂട്ട് എക്സ് വൈ. നമ്മൾ സാധാരണ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തേ അതേപോലെ സെക്കൻഡ് ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞ രീതി ചെയ്താൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ടാണിത്. ഇത് ഏത് രീതി ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഒന്നും ഓർക്കാൻ നിൽക്കേണ്ട, ഇവിടെയും ഈ ഒരു ഇക്വേഷൻ അങ്ങ് ഓർത്തിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചേക്കുക. അതായത് ടോട്ടൽ ടൈം ഒരു ടി ആണെങ്കിൽ ടൈം ഓഫ് എ ടി പ്ലസ് എക്സ് ആകുകയും ടൈം ഓഫ് ബി ടി പ്ലസ് ആ ടോട്ടൽ ടൈം പ്ലസ് വൈ ആവുകയും ചെയ്താൽ ഈ ടോട്ടൽ ടൈം ടി ഇസിക്കൽ റൂട്ട് ഓഫ് എക്സ് വൈ ആയിരിക്കും. ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു? 9ഉം ഇവിടെ വൈന്റെ വാല്യൂ എത്രയായിരുന്നു? 4ഉം ആയിരുന്നു. എങ്കിൽ റൂട്ട് ഓഫ് 9 into 4 അതായത് റൂട്ട് ഓഫ് 36 കിട്ടും. ആൻസർ എത്ര കിട്ടും? 6 hours. അപ്പൊ ഇതിന് ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? 6 hours. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം വർക്ക് പഠിച്ചിരിക്കണം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒരു ടോട്ടൽ ടൈം ടി ആക്കി വെച്ചാൽ ക്വസ്റ്റ്യൻ പറയുന്നു എ മാത്രം ചെയ്യുന്നത് ടോട്ടൽ ടൈമിനേക്കാൾ എയും ബിയും കൂടി ചെയ്യുന്നതിനേക്കാൾ ഒരു 9 മണിക്കൂർ അധികമാണ്. ബി ആണെങ്കിൽ ആ ടോട്ടൽ ടൈമിനേക്കാൾ ഒരു 4 മണിക്കൂർ അധികമാണ്. എങ്കിൽ എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര മണിക്കൂർ കൊണ്ട് ജോലി തീർക്കും? എത്രയായിരിക്കും? ടി പ്ലസ് എക്സ് ടി പ്ലസ് വൈ ആണെങ്കിൽ നമ്മൾ ഈ എക്സും വൈ മാത്രം മൈൻഡ് ചെയ്താൽ മതി. റൂട്ട് ഓഫ് എക്സ് വൈ. ക്വസ്റ്റ്യനിലും ആ 2 നമ്പറേ തന്നിട്ടുണ്ടാവുള്ളൂ അധികമുള്ള ടൈം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കൊന്നും വേണ്ട. 9 into 4 റൂട്ട് ഓഫ് 9 into 4 ആയിരിക്കും ആൻസർ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇന്ന് എഴുതി വെച്ച് പഠിച്ചേക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. ശരിക്കും ബൈ.